ഇത് തീരുമാനിക്കാൻ കഴിയില്ല. നിൽക്കുന്ന നിങ്ങൾ ഹുക്കുമ പറഞ്ഞു ഞങ്ങളെ ഭാഗം പറഞ്ഞിട്ടില്ല. നിൽക്കുന്ന ഞാൻ പറഞ്ഞു മൈക്കാളെ വെക്ക് എന്താണ് പറഞ്ഞു പറയാ. ഹുക്കുമ നിങ്ങൾ പറഞ്ഞു, ഹുക്കുമ നിങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എന്താ? ഇല്ലല്ലോ അനുവദനീയമാണ്, പുണ്യകർമ്മമാണ് എന്നൊരു ഹുക്കുമ അള്ളാന്റെ ദുനിയാവിലില്ല. 5 ഹുക്കുമല്ലേ ഉള്ളൂ. അനുവദനീയമാണ്, പുണ്യകർമ്മമാണ് എന്നൊരു ഹുക്കുമില്ല. പിന്നെ മഴ പറയാ എന്തെന്നറിയോ? യജൂസു യസ്രു നിങ്ങൾ പറയില്ലേ, അതാണ് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഞങ്ങൾ അതാ പറയുന്നു. ജവാസ് എന്ന് വേ, മുബാഹ് എന്ന് വേ. പഠിച്ചോ, എഴുതി വെച്ചത്. തലയെ കെട്ടാൻ ഞങ്ങൾക്ക് അധികാരമുള്ളൂ എന്ന് ഉസ്താദ് പറഞ്ഞു. കാരണം ഞങ്ങളാണ് തഹ്ഖീഖ് പറയുന്നത്. പോയത്തം പറയുന്നവർക്ക് യോജിച്ചതല്ല തലയെക്കെട്ട്, അത് തല തുറന്നതിലാണ്. അതാണ് നിങ്ങൾ പറഞ്ഞത്. മനസ്സിലാക്കണം, കൃത്യമാണ്. മുബാഹ് എന്ന് ഇങ്ങനെ പിടിച്ചോ. ഈ പോയത്തം ഇനി ലോകത്തെവിടെയും പറയരുത്. മുബാഹ് എന്ന് വേറെ, ജവാസ് എന്ന് വേറെ. ജവാസ് എന്നതിന്റെ പരിധിയിൽ എഴുതി എടുക്കെ, ജമ്മുൽ ജവാമി മറിച്ച് പഠിക്കെ. അതിലുണ്ട് ജവാസി എന്ന് പറഞ്ഞാൽ അതിൽ മുബാഹ് പെടും, ജവാസി എന്നതിൽ കറാഹത്ത്, അതുപോലെ സുന്നത്തൊക്കെ പെടും. പക്ഷെ മുബാഹിൽ പെടൂല. ഇങ്ങനെ പറഞ്ഞ എന്താ? ഹനീഫ മൗലവി നിങ്ങൾ ഹുക്കുമ് പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞത് ഹുക്കുമല്ല. കാരണം മുബാഹ് പറഞ്ഞാൽ എന്താ? മുബാഹ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമില്ല. ചെയ്താലും ഉപേക്ഷിച്ചാലും കുറ്റമില്ല, കൂലിയില്ല. അതാണ്. ഇപ്പൊ കട്ടൻ ചായ കുടിക്കുക, അത് കട്ടൻ ചായ കുടിച്ചുകൊണ്ട് കൂലിയുണ്ടോ? അതില്ല. കട്ടൻ ചായ കുടിച്ചില്ല, എന്നാ കുറ്റം ഉണ്ടാവില്ല. ഇതാണ് മുബാഹ്. അത് പിന്നെ എങ്ങനെയാണോ സുന്നത്താവാ? നിങ്ങളെ കുഴപ്പമില്ല, നിങ്ങൾ നന്നായിരുന്നു ഒരു കാലത്ത്. പക്ഷെ നിങ്ങൾ മുജാഹിദിലേക്ക് പോയതോടെ നിങ്ങളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നില്ല, നിങ്ങളെ കഥ കഴിഞ്ഞു. അതാണ്. അങ്ങനെയാണ് ഞാൻ വ്യക്തമാക്കി. ഇത് നിങ്ങൾ പറയാം, നിങ്ങൾ ഹുക്കുമ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഹുക്കുമ പറഞ്ഞാൽ ഞങ്ങൾ ഹുക്കുമ പറയുന്നല്ലേ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞത് ഹുക്കുമല്ല. അങ്ങനെ ഒരു ഹുക്കുമ അള്ളാന്റെ ഭൂമിയിലില്ല. മുബാഹുമാണ്, പുണ്യകർമ്മവുമാണ്. അങ്ങനെ ഒരു ഹുക്കുമില്ല. അതുകൊണ്ട് അത് ആദ്യം തെളിയിക്കണം. മുബാഹും അതിന് സംവാദത്തിനുണ്ടോ? ജമ്മുൽ ജവാമി പഠിച്ചു എന്ന് അവകാശപ്പെടുന്നവരില്ലേ കൂട്ടത്തില്? എഴുന്നേറ്റുവാ ധൈര്യമുണ്ടോ? മുബാഹും അതുപോലെ തന്നെ സുന്നത്തും ഒരു കാര്യമാവുകയോ? എവിടുന്ന ഞങ്ങളൊക്കെ പഠിച്ചത്? അതാ കുരുത്തമാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. ജമ്മുൽ ജവാമി ഞങ്ങൾ എഴുത്തരാ. നിങ്ങളുടെ വിവരമില്ലായ്മയോട് സഫാത്തുകളുടെ കൂട്ടായ്മയാണിത്. പഠിച്ചോളൂ ജനങ്ങളെ. എന്താ സുന്നത്തിന് അറിഞ്ഞുടങ്ങൾക്ക്? ഞങ്ങളെ മദ്രസയിലെ 5ാം ക്ലാസ്സിലെ കുട്ടിയുടെ വിവരം ഈ ഇരിക്കുന്ന ഒരൊറ്റതിനില്ല. ഞങ്ങൾ പറയേണ്ടി വന്നു. കാരണം എന്താ? ഒരു കാര്യം തന്നെ മുബാഹുവാണ്, സുന്നത്താണ്. 5ാം ക്ലാസ്സിലെ ബുക്ക് പഠിച്ചു വരോ? അതാ പറയാനുള്ളത്. അത് നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളെ കുഴപ്പമില്ല, നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ കുഴപ്പമാണ്. നന്നായി വരൂ. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങളെ എഴുതണം. ഏത് ഹുക്കും നിങ്ങൾ പറയണം. ഇത് ഹുക്കുമല്ല. ഹുക്കുമ നിങ്ങൾ പറയണം. ഇത് ഹുക്കുമല്ല, ഹുക്കുമ പറയണം. നിങ്ങൾ നിഷിദ്ധാണ് എഴുതിയാൽ മതിയോ എന്ന് ചോദിച്ചല്ലോ. അത് എഴുതിയാൽ മതി. എഴുതിക്കോ. തീരുമാനമാക്കിയിട്ട് എഴുതാം. അത് എഴുതൂലേ? ഇത് തീരുമാനമാക്കിയിട്ട് എഴുതും. നിങ്ങൾ വെക്കുമ്പോ ഇത് തീരുമാനമാക്കണം. ഞങ്ങൾ അനുവദനീയവും പുണ്യകരവുമാണ്. അങ്ങനെ ഹുക്കുമില്ല. ലോകത്തില്ല. ഇല്ലട, ഞാനാ സംസാരിക്കുന്നതല്ല. അങ്ങനെ ഇല്ല. അതിന് സംവാദത്തിനുണ്ടോ? അങ്ങനെ ഹുക്മ ലോകത്തില്ല. ഒരു അഹ്കാമു ശർഈ ഓടാറാവേണ്ടതില്ല. ഓടിക്കണ്ട. സമയത്ത് ഞാൻ മൗനം പാലിച്ചു. ആണത്തമുണ്ടെങ്കിൽ ഇരിക്കണം. എന്നിട്ട് നിങ്ങളുടെ സമയത്ത് സംസാരിക്കണം. ആണത്തമുണ്ടെങ്കിൽ ഇരിക്കണം. എന്നിട്ട് നിങ്ങളുടെ സമയത്ത് സംസാരിക്കണം. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു നിഷിദ്ധമാണെന്ന് ഞങ്ങൾ എഴുതാം. നിഷിദ്ധമാണെന്ന് എഴുതാന്ന് പറഞ്ഞില്ല. ഇരിക്കും. എനിക്ക് പറ, നിഷിദ്ധാണെന്ന് എഴുതാൻ നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അനുവദനീയവും പുണ്യകരവുമാണ്. ഞാൻ പറയട്ടെ, ബേജാറല്ല. എന്തിനാ ഇപ്പൊ തന്നെ പേടിച്ചാലോ? ഈ മൂരി എങ്ങനെ ചന്തയിലെത്തി? ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഏതായാലും ഞങ്ങൾ അനുവദനീയവും പുണ്യകരവുമാണ് എന്ന് എഴുതി. അത് ഞങ്ങൾ എഴുതിയപ്പോ നിങ്ങൾ ചോദിച്ചു നിഷിദ്ധമാണെന്ന് എഴുതിയാൽ മതിയോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പറഞ്ഞു? ആ നിഷിദ്ധമാണെന്ന് നിങ്ങൾ എഴുതിയാൽ മതി. നിഷിദ്ധമാണെന്ന് എഴുതണം. ഞങ്ങൾ അനുവദനീയമാണെന്ന് എഴുതി. ഞാൻ എന്റെ തുടക്കം മുതൽ പറഞ്ഞു, ഒന്നുകിൽ ഇതാ നിങ്ങൾ ഈ കുണ്ടയോട് വാദപ്രതിവാദത്തിൽ ഈ കേസ് മുസ്ലിയാരും കാന്തപുരവും ഒക്കെ എഴുതിയതുപോലെ ഹറാമാണെന്ന് എഴുതണം. അല്ലെങ്കിൽ ഇതാ കാന്തപുരം തന്റെ പുസ്തകത്തിൽ എഴുതിയതുപോലെ നിഷിദ്ധമാണെന്ന് എഴുതണം. നിഷിദ്ധമാണെന്ന് എഴുതാവോ എന്ന് എഴുതിയാൽ മതിയോ എന്ന് നൗഷാദ് ഹസന് ചോദിച്ചു. നമ്മുടെ ചർച്ച തീർന്നു. നിഷിദ്ധമാണെന്ന് എഴുതിയാൽ മതി.
ഹുക്കുമല്ല. ഹുക്കുമ് നിങ്ങൾ എഴുതണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്നാമത് എഴുതിയത് പരസ്പര വൈരുദ്ധ്യമായ വാദമാണ്, അനുവദനീയവും പുണ്യകർമ്മവുമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഹുക്കുമുണ്ട് എഴുതി. ഒന്നുകിൽ മുബാഹ് അല്ലെങ്കിൽ സുന്നത്ത്. അത് എഴുതാനെന്താ പേടി? ഇത് രണ്ടും കൂടി ഒന്നാണെന്ന നിങ്ങളെ വാദം തെറ്റാണ്. അല്ല നിങ്ങൾ പറയാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, ഇതിലേതെങ്കിലും ഒരു കുട്ടി അങ്ങനെ ഒരു ഹുക്കുമ് ലോകത്ത് ഏതെങ്കിലും ഒരു കിതാബെന്ന് കാണിച്ചു തരാൻ കഴിയോ? ഏത് ഒരു കാര്യം മുബാഹുവാണ് സുന്നത്തുമാണ്. തെളിയിക്ക് നിങ്ങൾ. വെല്ലുവിളിയാണ്. ആൺകുട്ടികളുണ്ടെങ്കിൽ തെളിയിക്ക്. മുബാഹുമാണ് സുന്നത്തുമാണെന്ന് ഫുഖഹാവ് പറഞ്ഞത്. അതുണ്ടോ? യജൂസ് എന്നല്ല, ജവാസ് എന്ന് വേറെ, മുബാഹ് എന്ന് വേറെ. പഠിച്ചു വെച്ചോ. വെല്ലുവിളിയാണ്. നിങ്ങൾ ഇത്ര വലിയ പണ്ഡിതന്മാരാണ് പോയതല്ലേ? വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടോ? ആൺകുട്ടിയാണോ? തെളിയിക്ക്. എന്താ തെളിയിക്കേണ്ടത്? ഒരു കാര്യം മുബാഹുമാണ്, അതോടൊപ്പം സുന്നത്തുമാണ്. വെല്ലുവിളിയാണ്. നിങ്ങൾ പൊട്ടപ്പോഴത്തേതാ ഞങ്ങളെ അംഗീകരിക്കാൻ നടക്കൂലത്. അതുകൊണ്ട് ആദ്യം അത് തെളിയിക്ക്. നിങ്ങൾ എഴുതിയത് ഹുക്കുമാണെന്ന വാദം പിൻവലിക്ക്. അങ്ങനെ ഒരു ഹുക്കുമില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല. പഠിച്ചു എന്ന് കരുതിയ പലരും നിങ്ങളെ കൂടെയുണ്ടെന്ന് കരുതിയത് മഹാവിഡ്ഢിത്തമാണെന്ന് കായക്കൊടിക്കും തോന്നിയല്ലോ. ഒരു മുബാഹും സുന്നത്തും പഠിക്കാതെ എന്തിനാ കായക്കൊടി വാദപ്രതിവാദത്തിൽ നടക്കണം? ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നില്ലേ? ഒരു മുബാഹും സുന്നത്തും ജവാസും തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കാത്ത കൗമല്ലേ നിങ്ങള്? വ്യക്തം മൈക്കെടുത്ത് പറ. എന്ത് പറ? ധൈര്യമുണ്ടെങ്കിൽ പറ. ഏറ്റുമുട്ടലാതെ സ്റ്റേജിന് വലിയ വർത്താനം പറയല്ല. മുബാഹും സുന്നത്തും ഉള്ള ഒരു മസല കാണിച്ചുണ്ടോ? കാണിക്ക്. കിതാബെടുത്ത് മറിക്ക്. മൈക്കെടുക്ക്. അയാൾ പറയട്ടെ മുബാഹ് സുന്നത്തും പറയട്ടെ. ആള് കഴിയൂല. നിങ്ങൾക്ക് വെല്ലുവിളിയാണ്. മുമ്പിൽ നിന്നുകൊണ്ട് കാണുന്നില്ല കാര്യം. നിങ്ങൾ കേൾക്കുന്നില്ലേ? ഒന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇരിക്കെ. ഇനി ഞാൻ പറയട്ടെ. ഇങ്ങനെയാണെങ്കിൽ നൗഷാദ് ഞങ്ങളെ നടക്കുന്നത് ഒരിക്കലും നടക്കൂല. ഞങ്ങൾ നിർത്തും. നിങ്ങളാരാ? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈം നിശ്ചയിക്കണം. 2 മിനിറ്റ് നിശ്ചയിക്കാം. 2 മിനിറ്റ് സംസാരിക്കാം. ആയിക്കോട്ടെ, 2 മിനിറ്റ്. അപ്പോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു ഹുക്കുമില്ല, അങ്ങനെ ദീനിലില്ല എന്നാണ്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പൂർവികന്മാരായ പണ്ഡിതന്മാർ മുതൽ എഴുതി വന്നത് അങ്ങനെ തന്നെയാണ്. ഇന്നേ വരെ ഒരു വേദിയിലും നിങ്ങളത് ചോദ്യം ചെയ്തിട്ടില്ല. എന്താ ചോദ്യം ചെയ്യാത്തത്? നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കിതാബോധി തന്ന വിവരമുള്ളവർക്കറിയാം, അത് തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് കാന്തപുരവും തന്റെ പുസ്തകത്തിൽ അതേ ഞങ്ങളുടെ വാദം എടുത്തു ധരിച്ചത്. ഈ പുസ്തകത്തിൽ അങ്ങനെ ഒരു ഹുക്കുമ് പറയാൻ പറ്റില്ല എന്നൊന്നും കാന്തപുരം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വാദമായി കാന്തപുരം അംഗീകരിച്ചത് അത് തന്നെയാണ്. ഞാൻ പറയുന്നു, കാന്തപുരം ഉദ്ധരിച്ചു അനുവദനീയവും പുണ്യകർമ്മം. അതേപോലെ തന്നെ ഞങ്ങളുടെ പൂർവിക പണ്ഡിതന്മാർ, നിങ്ങളുടെ പൂർവികൻ പണ്ഡിതന്മാരിരുന്ന സദസ്സിൽ എഴുതിയ വ്യവസ്ഥയിലും ഇത് തന്നെ കാണുന്നു, അനുവദനീയവും പുണ്യകർമ്മവും. ഇനി അങ്ങനെ ഒരു ഹുക്കുമില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള വേദിയാണ് ഇത്. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വരുന്ന സംവാദം. കാരണം മുജാഹിദുകളുടെ ഈ വാദത്തിന് തന്നെ പിൻബലമില്ല, ഈ വാദം തന്നെ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള സമയം അവിടെയുണ്ട്. ഇത്ര പെട്ടെന്ന് ഞങ്ങളെ തകർക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടായിട്ട് അത് ഏറ്റെടുക്കാൻ ധൈര്യം നിങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് അടിസ്ഥാനപരമായി തന്നെ തെറ്റാണ്. സ്ത്രീകൾ വള്ളിപോക്കോ അല്ല എന്നുള്ളതല്ല, മറിച്ച് അനുവദനീയവും പുണ്യകർമ്മവും എന്ന ഒരു വാദം തന്നെ ദീനിലില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? ആണെങ്കിൽ എന്ന് നൗഷാദ് സഖാഫി പറയുന്നു. ആണെങ്കിൽ അതെ, മുബാഹാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ആ വാദം ഇല്ല. ഞാൻ പറഞ്ഞു തീർന്നിട്ട് നമ്മള് 2 മിനിറ്റ് ആയിക്കോട്ടെ. അനീഫോലി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞ ആയിക്കോട്ടെ, ശ്രദ്ധിക്കാം. ആയിക്കോട്ടെ ഇരിക്കേ. ആയിക്കോട്ടെ. അതെ, അനുവദനീയവും പുണ്യം. അതെ, ആയിക്കോട്ടെ. ഓക്കെ. അനുവദനീയം എന്നുള്ളതിന് യജൂസു എന്ന പദപ്രയോഗമുണ്ട്. യുബാഹു എന്നും പറയും. യുബാഹു എന്ന് പറഞ്ഞ അനുവദനീയം ശരഈയായ ഒരു ഹുക്മല്ല. യജൂസു, ജവാസ്, മുബാഹ് രണ്ടാണ്. ജവാസ് എന്ന് വേറെ, മുബാഹ്. ജവാസ് എന്നെ പരിധിയിൽ കറാത്ത് പെടും, സുന്നത്ത് പെടും, വാജിബ് പെടും. യജൂസ് മഴൽ കറാഹ എന്ന് പറയാ.
അനുവദനീയം പുണ്യകർമ്മമാണെന്ന് യജൂസ്. ഞങ്ങൾ അതിനാ ചോദിച്ചത്, എന്താണ് നിങ്ങൾ അനുവദനീയം എന്ന് പറഞ്ഞതിന്റെ അർത്ഥാക്കിയത് എന്താണ്, അതിന്റെ പര്യായപദം എന്താണ് അറബിയിൽ നിങ്ങൾ പറഞ്ഞു മുബാഹാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം യുബാഹുമായ സുന്നത്തിനായി അല്ലെങ്കിൽ യുബാഹുമായ ഫളിയൻ, അങ്ങനെ ഒരു ഹുക്കം ഉണ്ടാവില്ല. അതേസമയത്ത് യജൂസുമായ സുന്നത്തി അല്ലെങ്കിൽ യജൂസുമായ ഫളി ഉണ്ടാകാം. കാരണം ജവാസ് എന്നുള്ളത് എല്ലാത്തിനും പറയും, ഹറാമല്ലാത്തിനൊക്കെ ജവാസ് എന്ന് പറയും. യഹ്റുമു എന്നതിന്റെ വിപരീതമാണ് യജൂസു. കറാഹത്തായ കാര്യത്തിന് ഹറാം യജൂസ് എന്ന് പറയാം, സുന്നത്തായ കാര്യത്തിന് യജൂസ് എന്ന് പറയാം, മുബാഹായ കാര്യത്തിന് യജൂസ് എന്ന് പറയാം. അപ്പൊ അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് ചോദിച്ചാൽ ആ അനുവദനീയം എന്നത് ഹുക്കുമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ അനുവദനീയം ഹുക്കുമാണോ? നിങ്ങൾ പറഞ്ഞു ഹുക്കുമാണ്, ഞങ്ങൾ ഉദ്ദേശിച്ചത് മുബാഹാണ്. മുബാഹാണെങ്കിൽ അതിന്റെ അർത്ഥം യുബാഹുമായ സുന്നത്തിനായി. ഒരു കാര്യം മുബാഹുവാണ് സുന്നത്തുമാണ് ഉണ്ടാവില്ല. അത് ബഹുമാനപ്പെട്ട ധാർമ്മിക പഠിച്ചു വെക്കണം. എന്നിട്ടാണ് ഇത് ഈ തലികെട്ട് കെട്ടിയാണ് നിങ്ങൾ സ്റ്റേജിൽ പോകേണ്ടത്. കാരണം യുബാഹ് യജൂസു യുബാഹു രണ്ടാണ്. യജൂസു എന്ന് പറഞ്ഞാൽ അതിൽ മുബാഹ് പെട്ടു, പിന്നെ സുന്നത്ത് പെട്ടു, വാജിബ് പെട്ടു, കറാത്ത് പെട്ടു. അപ്പൊ ഒരു കാര്യം അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് പറയാം. ഏതർത്ഥത്തിന്? യജൂസു എന്ന അർത്ഥത്തിന്. ആ യജൂസു ഹുക്കുമല്ല, ഹുക്കുമാണ്. നിങ്ങൾ പറഞ്ഞത് അനുവദനീയം എന്നതിന്റെ അർത്ഥം മുബാഹ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് ഞങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾ പറയിപ്പിച്ചു. അതിന്റെ അറബി പറയാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ, നിങ്ങൾ ഇക്കാലം വരെ നാട്ടിൽ പറഞ്ഞ, നിങ്ങൾ ഇക്കാലം വരെ ലേഖനം എഴുതിയ, നിങ്ങൾ ഇക്കാലം വരെ പ്രസംഗിച്ച, നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ വാദവും പ്രസംഗവും ക്ലാസും കേട്ട് പുസ്തകം വായിച്ച് മനസ്സിലാക്കിയ സ്ത്രീകൾ മുജാഹിദികളുടെ പള്ളികളിൽ നമസ്കാരത്തിന് പോകുന്നത് ഹറാം, ആ ഹറാമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങളാകട്ടെ മുമ്പുകാലം മുതലേ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ ഞങ്ങൾ എഴുതിയ അനുവദനീയവും പുണ്യകരവും അതാണ് ഞങ്ങളുടെ വാദമെന്ന് നിങ്ങളുടെ നേതാവ് കാന്തപുരവും തന്റെ പുസ്തകത്തിൽ എഴുതി. ഞങ്ങൾ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു, അനുവദനീയവും പുണ്യകരവുമാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് വ്യവസ്ഥ എഴുതി മുന്നോട്ട് പോകാം. നിങ്ങളുടെ നേതാക്കന്മാർ എഴുതിയത് എന്താണ്? പർദ്ദയുടെ വിധികൾ വന്നതിന് ശേഷം അന്യപുരുഷന്മാർ പങ്കെടുക്കുന്നതും ഒരു ഇമാമിന്റെ കീഴിൽ പൊതുസ്ഥലത്ത് നടത്തുന്നതുമായ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് ഹറാമാണ് എന്നാണ്, നിഷിദ്ധമാണ് എന്ന് കാന്തപുരവും എഴുതി. ഒന്നുകിൽ ഹറാമാണെന്ന് എഴുതാൻ ധൈര്യമുണ്ടോ, അല്ലെങ്കിൽ നിഷിദ്ധമാണെന്ന് എഴുതാൻ ധൈര്യമുണ്ടോ? ഞങ്ങളുടെ നേതാക്കന്മാർ എഴുതിയ അനുവദനീയമാണ് പുണ്യകർമ്മമാണ് എന്ന് എഴുതി. ഇനി അനുവദനീയം പുണ്യകർമ്മം എന്ന ഒരു ഹുക്കുമ് പറയാൻ കഴിയില്ലേ? അങ്ങനെ ഒരു വിധിയില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് തുടക്കത്തിൽ തന്നെ തകർക്കാം. എന്ത് വിവരക്കേടാണ് മുജാഹിദികൾ പറയുന്നത് എന്നവിടെ വെച്ച് നിങ്ങൾക്ക് ചോദിക്കാം. അതാ നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതാ അനുവദനീയമെന്ന് എഴുതി, പുണ്യകരമെന്ന് എഴുതി. ഞങ്ങൾ ഇന്നുണ്ടാക്കിയതല്ല, മറിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ മുമ്പേ എഴുതി. എന്നാൽ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞ ഹറാമ് എന്ന വാദം എഴുതാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇല്ലേ? ഇമാം ഷാഫിയുടെ കിതാബ് കൊണ്ട് ഹറാമാണ് ഇത് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. ആ ഉറപ്പ് നിങ്ങൾക്കുമുള്ളത് കൊണ്ടാണ് അത് നിങ്ങൾ എഴുതാതിരിക്കുന്നത്. അപ്പോ ചർച്ച ഇവിടെ നിന്ന് മൗലവിക്ക് യാതൊരു പിടുത്തമില്ല. നിങ്ങളെ നേതാവ് എഴുതി, നിങ്ങളുടെ കാന്തപുരം എഴുതി, കാന്തപുരം ഉസ്താദ് നിങ്ങൾ എടുത്ത വാദത്തെ എടുത്തു ധരിച്ചതാ, അത് ഉസ്താദ് അംഗീകരിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. നല്ല വട്ടായി പോലെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ നേതാക്കൾക്ക് പോലും ഈ വാദമല്ല. നിങ്ങളുടെ നേതാക്കൾ എന്താ എഴുതിയത്? അനുവദനീയവും പുണ്യകർമ്മമാണ്. അങ്ങനെ ഒരു ഹുക്കുമുണ്ട് പോലും പറഞ്ഞിട്ടില്ല. അത് ഹുക്കുമാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ അവിടെയാ കുഴപ്പമെത്തിയത്. ഹുക്കുമ് പറയണം, വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ എഴുതുമ്പോ ഹുക്കുമ് പറയണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഹുക്കുമ് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത് ഹുക്കുമാണ്. ഞങ്ങൾ ചോദിച്ചു ഏതാണ് ആ ഹുക്കുമ്? അതിന് നിങ്ങൾ പറഞ്ഞു മുബാഹാണ്, മുബാഹാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മൗലവി ഓതിപ്പടിക്കണം, മുബാഹായ കാര്യം പിന്നെ സുന്നത്താകൂല. അപ്പൊ നിങ്ങൾ ചില ആളുകളെ അവർ പണ്ടിരാടെന്ന് തോന്നിയിട്ട് ഇറക്കി നോക്കി. അപ്പൊ നിങ്ങളെക്കാളേറെ കുഴപ്പത്തിലായി. നിങ്ങൾ കൊണ്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, നിങ്ങളെടുത്താവും. അത് മനസ്സിലാക്കി. നിങ്ങൾ ഒരേ കാര്യം തന്നെ സുന്നത്താണെന്നും മുബാഹാണെന്നും പറഞ്ഞത് ഹുക്കുമാണ് എന്നല്ലേ നിങ്ങളുടെ വാദം? ആ വാദം അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണം. ഞങ്ങൾക്ക് അവസാനമായി ചർച്ചയിൽ ചോദിക്കാനുള്ള ഇത് തന്നെയാണ്. ഞങ്ങളിവിടെ
കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ വായിച്ചു. എന്തിനാണ് ഞങ്ങൾ വാദപ്രതിവാദങ്ങളിൽ ഞങ്ങളുടെ വാദമായി എഴുതാറുള്ളതെന്ത് എന്ന് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു, അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്ത് ജുമുഅകളിൽ പള്ളിയിലായിരുന്നാലും അല്ലാതിരുന്നാലും സ്ത്രീകൾ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണ്. ഞങ്ങൾ എഴുതിയതിനെ അംഗീകരിച്ചുകൊണ്ട് കാന്തപുരം അംഗീകരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കാന്തപുരം അനുവദനീയമാണ് എന്ന് അംഗീകരിച്ചു, അല്ലെങ്കിൽ പുണ്യകർമ്മമാണെന്ന് അംഗീകരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ഞങ്ങളുടെ വാദമായി കാന്തപുരം അത് അംഗീകരിച്ചു. അതുകൊണ്ടല്ലേ അതെടുത്തു കൊടുത്തു.